മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് ജീവിതം പഠിക്കേണ്ടത്. ദുന്യാവിലെ ജീവിതവും ആഖിറത്തിലെ ജീവിതമൊക്കെ മനുഷ്യൻ കുടുംബപരമായിട്ടാണ് ചെയ്യേണ്ടത്. ഇണകളായിട്ടാണ് മനുഷ്യനെ അള്ളാഹു ഇണകളായിട്ടാണ് പഠിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലും മനുഷ്യൻ ഇണയായിട്ടാണ് ജീവിക്കുക എന്നത് സൂറത്തു യാസീനിൽ ഉണ്ട്. ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തക്കിഊൻ. അവരും അവരുടെ ഇണകളും സ്വർഗത്തിൽ കട്ടിലിന്മേൽ ചാരിയിരിക്കുന്നതാണ് എന്നുണ്ട്. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കുടുംബജീവിതം പഠിക്കണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 11 കല്യാണം കഴിച്ചിട്ടുണ്ട്. നബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദ സഫിയത്തും മൈമുനത്തും വാ റംല ഹിന്ദും വ സൈനബും കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. അതാണ് നബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന 9 ഭാര്യമാർ. മരണപ്പെട്ട ഭാര്യ ഒന്ന് ഖദീജ ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി വിവാഹം കഴിച്ചത് ഖദീജ ബീവിയെ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇബ്രാഹിം എന്ന ആൺകുട്ടി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മക്കളുണ്ടായതും ഖദീജ ബീവിയിലാണ്. നബി തങ്ങൾക്ക് 9 മക്കളുണ്ടായിട്ടുണ്ട്. അതിലൊന്ന് ഇബ്രാഹിം എന്ന പേരായ ഒരു ആൺകുട്ടിയാണ്. വേറെ അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടി ഉണ്ട്. അത് ഖദീജ ബീവിക്ക് ഉണ്ടായതാണ്. നേരത്തെ തന്നെ വഫാത്തായിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഒരു കുട്ടി മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ബാക്കിയുള്ളവരൊക്കെ നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട്.